അസ്സലാമു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്ക് മക്കൾക്ക് സുഖമാണ്. മക്കൾ മദ്രസയിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ മക്കളെ സ്കൂൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരിക്കൽ. അപ്പോൾ സ്കൂളിൽ നിന്ന് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. ബാഗും ബുക്കും ഒക്കെ കൊണ്ടുവന്ന് സാറ് വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. മിച്ചുമോനിക്ക് ബാഗ് മാത്രമേ ഉള്ളൂ, മുത്തുമോനിക്ക് ബാഗും ബുക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിച്ചു തരാം, മക്കളോട് വന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. ഞാൻ അസൂറാത്താക്ക് ഫെബ്രുവരി മാസത്തിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അസൂറാത്താക്ക് മാത്രമല്ല, കാരണം അസൂറാത്താൻ്റെ നമ്പർ മാത്രമേ എനിക്ക് ഉള്ളായിരുന്നു, അഷ്കർ മലബാർ. അങ്ങനെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പോലീസ് വിളിച്ചിട്ട് ഇവരെ ഗ്യാങ്ങിലെ ഒരാൾക്ക് വാർണിംഗ് കൊടുത്തായിരുന്നു, അസൂറാത്താക്ക് ഇന്ന് വീഡിയോ ചെയ്യരുത് എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസൂറാത്തായെ വിളിച്ചിട്ടുണ്ടായില്ലെന്ന് അസൂറാത്ത പബ്ലിക്കിൽ പറയണം. പിന്നെ നമുക്ക് ട്രൂ കോളർ ഉള്ളതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കാണിക്കും. എന്നിട്ടും നിരന്തരം എന്നെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തു. ഞാൻ വീണ്ടും റീപെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അസൂറാത്തായ ട്രിവാൻഡ്രത്തേക്ക് മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ വരണ ഒരു കണ്ടീഷനിലാണ്. കാരണം അസൂറാത്താൻ്റെ കയ്യിലാണ് ഈ തെളിവുകൾ മൊത്തം ഇരിക്കുന്നത്. അസൂറാത്താൻ്റെ ഫോണിലുണ്ട് ഇവർ എന്തൊക്കെയാണ് സംസാരിച്ചതെന്നും എന്തൊക്കെയാണ് ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് എന്നെക്കുറിച്ച് വീഡിയോ ഇടാനുണ്ടായ കാര്യമൊക്കെ അസൂറാത്ത അന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെയൊക്കെ കാരണം. പക്ഷെ അന്ന് ഇത്ര രൂക്ഷമല്ല. അപ്പോഴും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ആദ്യത്തെ പെറ്റീഷൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് എഴുതിക്കൊണ്ട് പോയിട്ടാണ് അവിടെ ചെന്നിട്ട് കേസ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ വാട്സപ്പിൽ 2 ഫോട്ടോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് കള്ളത്തരമാണ് കാണിച്ചതെന്നും ഞാൻ എന്താണ് സമൂഹത്തിൻ്റെ അടുത്ത് ഇത്രയും ചെയ്ത ക്രൂരതയെന്നും അസൂറാത്ത ആണ് ഫസ്റ്റ് തുടക്കം കുറിച്ചത്. അപ്പോൾ അസൂറാത്ത പബ്ലിക്കിൻ്റെ അടുത്ത് പറയണം. കാരണം ഒരു മോളെ സ്ഥാനം, ഒരു ഉമ്മേൻ്റെ സ്ഥാനം നിന്ന് ഞാൻ 2 കാര്യം അസൂറാത്താൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസൂറാത്ത ഇല്ലാ വചനമൊന്നും പറഞ്ഞില്ല, സത്യസന്ധമുള്ള കാര്യം തന്നെയാണ് അസൂറാത്ത പറഞ്ഞത്. പക്ഷേ ഇനി അസൂറാത്ത ആണെങ്കിലും ആരാണെങ്കിലും ഒരു ബന്ധം തീർന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയെ സമൂഹം ഇടപെട്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടെ എടുത്തു കൂട്ടി ഒരു വീഡിയോ വെച്ച് കൊടുത്തപ്പോഴും അവളെ ബാക്ക്ഗ്രൗണ്ട് ഇനി എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അവൾ കാറ്റും വെയിലും മഴയും കൊണ്ട് ഇത്രയും കിടന്ന് കുട്ടികളെ നോക്കിയപ്പോഴും കൈത്താങ്ങായിട്ട് ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും നിന്ന്. പക്ഷേ ഇവർക്ക് എന്ത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ കള്ളം കാണിച്ചു എന്ന് നിങ്ങളൊരു തെളിവ് കാണിക്കണം. ഞാനൊരു കള്ളം കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു തെളിവ് പബ്ലിക്കിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ അസൂറാത്തായ വീണ്ടും പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അസൂറാത്തായ പോലീസ് വിളിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ബാക്കി കാര്യമൊന്നും എനിക്ക് അറിയില്ല. അവരെ ലൈവിൽ നിന്ന് ഞാൻ ചോദിക്കുക. എനിക്ക് പിണക്കമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് കല്ലും നെല്ലി. കാരണം ഇതിനൊരു അവസാനം വേണമല്ലോ. ഒരു പ്രശ്നത്തിനൊരു തുടക്കം വരണമെങ്കിൽ ഒരു അവസാനവും വേണം. അപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ഞാൻ പബ്ലിക്കിൽ, കാരണം ഇത് പബ്ലിക്കിൽ വന്ന വിഷയമായതുകൊണ്ടാണ് ഇത് പബ്ലിക്കിൽ പറയേണ്ടുന്ന ഒരവസ്ഥ വന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഞാനിവിടെ 4-4.5 വർഷം കൊണ്ട് വാടകയ്ക്ക് കിടന്നപ്പോഴും എൻ്റെ മക്കളും ഞാനുമായിട്ടൊരു ലോകമായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഞാനും എൻ്റെ മക്കളുമായിട്ടൊരു ലോകം. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടായി അൽഹംദുലില്ലാ. പിന്നെ ഒരുപാട് പണികൾ ഞാൻ നോക്കുന്നുണ്ട്. ഈ മക്കളെ പരിഗണിക്കുന്ന ഒരു പണി നോക്കണമെങ്കിൽ നല്ല റിസ്ക്കാണ്. പിന്നെ എനിക്ക് യൂട്യൂബിൻ്റെ ഏണിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ മാസമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് വിധിച്ചിട്ടുള്ളത് അള്ളാഹു എനിക്കായിട്ട് തരും. ഞാൻ ആരടുത്തും നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല എൻ്റെ ചാനൽ കാണ് അല്ലെങ്കിൽ നീ എൻ്റെ ചാനലിൽ കണ്ടേ പറ്റൂ അന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ലൈവ് ഇടാത്ത മെയിനായിട്ടുള്ള കാരണം എന്തെന്നറിയാമോ? അവിടെയും മൂട്ടി ഇവിടെയും മൂട്ടി നടുക്കും തീകൾ കുത്തുന്നവരുണ്ട്. അപ്പം ഇവിടെയും ചെന്ന് അവരുടെ അടുത്ത് അതും പറയും. അതുകൊണ്ട് എനിക്ക് ആ വായിട്ടലയ്ക്ക് അത്ര പ്രശ്നം എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്കത് ചേരുന്നില്ല. അതുകൊണ്ടിട്ടാണ് ഞാനൊന്നും പറയാത്തത്. അപ്പോൾ അസൂറാത്തൻ്റെ കയ്യിലുള്ള തെളിവുകളല്ലേ പോലീസ് സ്റ്റേഷനിൽ. അസൂറാത്ത ഫോൺ കള്ളം പറയില്ലല്ലോ, തെളിവുകൾ കാണിച്ചേ പറ്റൂ അസൂറാത്ത. പിന്നെ നമ്മൾ സമൂഹത്തിൽ ഞാനായിട്ട് നിന്നിട്ടാണ് നിങ്ങളെ മുമ്പിൽ വീഡിയോ ചെയ്തത്. അല്ലാതെ ഒരു ഒളിവിലോ മറവിലോ എൻ്റെ ഒരു കാര്യങ്ങൾ കള്ളത്തരം പറഞ്ഞിട്ടോ അല്ല. പിന്നെ ഞാൻ എല്ലാം എനിക്ക് കിട്ടിയത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അത് നല്ല പേര്, അള്ളാഹ് കുറേ നല്ല പേരുണ്ട് അൽഹംദുലില്ലാ. അസൂറാത്തൻ്റെ ഒരുപാട് ഇവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ള കാര്യങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം ഇവർ എന്ന് വെച്ചാൽ രഹസ്യമായിട്ട് ഇവർ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഇവർ ഫോണിലുണ്ട്. ഇല്ലയെന്ന് അസൂറാത്ത പറയട്ടെ, ലൈവിൽ വരുമ്പം പറയട്ടെ. അസൂറാത്താക്ക് രണ്ടാമത് പെറ്റീഷനാണ്. അസൂറാത്ത വരുമ്പം കാര്യങ്ങളെല്ലാം ബാക്കി ഞാൻ ഇപ്പം അസൂറാത്താക്ക് മാത്രമാണ് കൊടുത്തേക്കുന്ന കാര്യങ്ങൾ മാത്രം അസൂറാത്ത തെളിയിച്ചിട്ടേ ഇനി ബാക്കി കാര്യങ്ങളിലോട്ട് മുന്നോട്ട് ഇറങ്ങുള്ളൂ. കാരണം ഇത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് ആദ്യം.
പിന്നെ ഇത് ചെയ്യരുത്, വീഡിയോ ചെയ്യരുത് എന്ന് വാർണിംഗ് കൊടുത്തിട്ട് അസൂറാത്ത ചെയ്തിട്ടില്ല. പക്ഷേ ഈ അസൂറാത്ത നിന്നിട്ടുള്ള ഈ തുടക്കമായതുകൊണ്ട് എനിക്ക് തന്നെ ഒരു ദുഃഖം. ഞാൻ ചെയ്യാത്ത തെറ്റ് എൻ്റെ കയ്യിൽ, എനിക്ക് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. എൻ്റെ കയ്യിൽ ചെയ്യാത്ത തെറ്റ് ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എൻ്റെ മൊബൈൽ വരെ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് എൻ്റെ ചാനൽ. എൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി ഞാൻ ഏതൊരു ടൈപ്പിലൊരു ആളാണ് എന്ന്. അപ്പം ഞാൻ ഇതെല്ലാം കാണിച്ചു കൊടുത്ത് എൻ്റെ 3 മക്കളെയും കാണിച്ചു കൊടുത്ത് ഈ പറക്കം മുറ്റാത്ത മക്കളെയും കൊണ്ട് 10ഉം 7ഉം 5ഉം തുടക്കക്കാരായ ഈ മക്കളെ ഇട്ടിട്ട് എല്ലാവർക്കും വയസ്സ് തുടക്കമാണ്. 7 വയസ്സ് തുടങ്ങി, 10 വയസ്സ് തുടങ്ങി, പിന്നെ പൊടിക്ക് 5 വയസ്സ് തുടങ്ങി. അപ്പം ഇത്രയൊക്കെ വരുന്ന മക്കളെ ഒരു ഉമ്മ നോക്കുന്നുണ്ടെങ്കിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാട് നിങ്ങൾക്ക് കമൻറ്റ് എഴുതി പിടിപ്പിക്കാൻ എളുപ്പമാണ്. അത് മാത്രമല്ല, നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ വീഡിയോ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യണമെന്ന്. അപ്പോൾ അസൂറാത്ത ഇതിനൊക്കെ ആൻസർ എനിക്ക് തരണം. കാരണം അസൂറാത്താക്ക് മക്കളുള്ളതാണ്, എനിക്കും മക്കളുണ്ട്. കാരണം ഈ പ്രായം കഴിഞ്ഞിട്ടാണ് അസൂറാത്തായൊക്കെ പോയത്. അപ്പോൾ ഈ പ്രായത്തിൽ ഒറ്റയ്ക്കാവുമ്പം അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പം ചിലപ്പോൾ സ്വന്തം നിഴൽ പോലും ഇല്ലാത്ത സമയമാകുമ്പം നമുക്ക് നിൽക്കപ്പറ്റി കാണില്ല. പിന്നെ എല്ലാവരും സഹായിച്ചു അൽഹംദുലില്ലാ. കാരണം ഒരു വീടാവണമെങ്കിൽ 1-2 രൂപയൊന്നും പറ്റൂലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ അതൊക്കെ അള്ളാൻ്റെ ഒരു അനുഗ്രഹമാണ്, അള്ളാൻ്റെ കാര്യങ്ങളാണ്. പിന്നെ മക്കളൊക്കെ മദ്രസയിലൊക്കെ പോയിട്ട് വന്ന് അൽഹംദുലില്ലാ റാഹത്തായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം ഒരു പെണ്ണിനും ഇതേപോലത്തെ അവസ്ഥ ഇനി വരരുത്. എന്ത് തെറ്റാണ് എനിക്ക് അറിഞ്ഞുപോലും കൂടാത്ത ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടുള്ളൊരു പരിചയം എന്നെ തന്നെ വീഡിയോ ചെയ്തപ്പം 1 വീഡിയോ 2 വീഡിയോ ചെയ്ത് നിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് 4 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇല്ലയെന്ന് പറയുന്നത് കാരണം സഹിക്കെട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇത് പറയണം എന്ന് തോന്നി. എല്ലാ തെറ്റും അംഗീകരിക്കാൻ ഞാൻ പുണ്യാളത്തിയൊന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ ചെവിയും കണ്ണും ഇല്ലാത്ത ഒരാളൊന്നുമല്ല. ക്ഷമിച്ച് ക്ഷമ ഈമാൻ്റെ പകുതിയാണെന്ന് പറഞ്ഞ് ക്ഷമിച്ച് ഞാൻ ഇവിടം വരെ എത്തി. ഇനി എനിക്ക് ക്ഷമിക്കാൻ കുറച്ച് പാടാണ്. കാരണം എന്ന് വെച്ചാൽ 1000 കള്ളം പറയുമ്പോൾ അത് മറയ്ക്കാൻ വീണ്ടും 10,000 കള്ളം എനിക്ക് മെടയേണ്ട കാര്യമില്ല. എനിക്ക് ഒരൊറ്റ സത്യം പറഞ്ഞാൽ മതി. ആ സത്യം എന്നും സത്യത്തിൻ്റെ കൂടെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറെന്താണ്, ഒരു പെണ്ണും, അതായത് ഒരു ഭർത്താവില്ലാത്ത ഒരു പെണ്ണും ഇനി സമൂഹത്തിൽ അനുഭവിക്കരുത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് അൽഹംദുലില്ലാ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്കിപ്പം ഒരു ജോലി ചെയ്യണം, പെട്ടെന്ന് ഒരു ജോലിക്ക് പോകാനെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം 7:30 മണി കഴിഞ്ഞിട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റൂല രാത്രിയൊന്നും. കുട്ടികളെ കാര്യം നോക്കണം, അറിയാമല്ലോ. മുഷ്താഖും മിഫ്സലിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ഉമ്മ വളർത്തുന്നതും ഒരു ഉപ്പയും ഉമ്മയും വളർത്തുന്ന മക്കളും 2 അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒറ്റയ്ക്കൊരു പെണ്ണ് ഒരു ഉമ്മേരെയും വാപ്പേരെയും കാര്യം നിന്നിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം കഠിനമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു സ്കൂൾ തുറപ്പ്, ഒരു കാര്യങ്ങൾ വന്ന് ഇപ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയാലേ ജീവിക്കാൻ പറ്റൂ. അപ്പം എൻ്റെ പോലത്തെ വിധി ആർക്കും വരാതിരിക്കട്ടെ, അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ. ഞാനും ഒരു പെണ്ണാണ്, ഞാനും ഇത്രയും സമൂഹത്തിൽ ഞാനും സോഷ്യൽ മീഡിയയിൽ വരാൻ ആഗ്രഹിച്ച ഒരാളല്ല. അപ്പോൾ എൻ്റെ നിവൃത്തി ഇല്ലായ്മ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നതും. നിങ്ങളെന്നെ കുറച്ച് പേര് സഹായിച്ചിട്ടുണ്ട്, കുറച്ച് വിരലിൽ എണ്ണാവുന്നവരാണ് സഹായിച്ചിട്ടുള്ളത്. ഈ സഹായിച്ചവർക്ക് ആർക്കും പ്രശ്നമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അൽഹംദുലില്ലാ എനിക്ക് വീടായി. ബാക്കി എനിക്ക് സന്തോഷം. കഞ്ഞിയാണെങ്കിൽ കുടിച്ചിട്ട് കിടന്ന എന്നെ ആരും ചോദിക്കില്ല എന്നും പറഞ്ഞ് ഞാൻ വേവിക്കാണ്ടെന്നും ഇരിക്കുന്നില്ല. എന്നെക്കൊണ്ട് ഒക്കും പോലെ ചോറാണെങ്കിലും തൈരാണെങ്കിലും മോരുകറിയാണെങ്കിലും മീൻ പൊരിച്ചതാണെങ്കിലും എന്നെക്കൊണ്ട് ഒക്കും പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.